ഉറപ്പാണല്ലോ. നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ. നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക്. കാരണം മാഫിയ സംഘങ്ങളാണ് അഴിഞ്ഞാടുന്നത്, ലഹരി മരുന്ന് സംഘങ്ങൾ. ഈ മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് പോയ സംഘങ്ങൾ മുഴുവൻ ലഹരി മരുന്ന് മാഫിയായിരുന്നു. പല സ്ഥലത്തും അറിയപ്പെടുന്ന ഗുണ്ടകളും. അവർക്കൊക്കെ പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കുകയാണ് CPM DYFI. അതാണ് ഇതിന് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾ പേരെടുത്ത് കാണിച്ചു തരാം. വന്ന ആളുകളെ പേരെടുത്ത്, അറിയപ്പെടുന്ന ഗുണ്ടകൾ, ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്ത്. അപ്പോൾ അതൊന്നും വേണ്ട. ഞങ്ങളെ ഭയപ്പെടുത്താനും വരണ്ട, ഞങ്ങളെ ഭീഷണിപ്പെടുത്താനും വരണ്ട. പോലീസിനെ അഴിച്ചുവിട്ട് ഞങ്ങളുടെ കുട്ടികളെ അടിച്ചമർത്തി, ഗുണ്ടകളെ വിട്ട് ക്രൂരമായി മർദ്ദിച്ച് കേരളത്തിൽ കോൺഗ്രസും UDF ഒന്നും ഇല്ലാതാക്കാം, യൂത്ത് കോൺഗ്രസും KSU ഒന്നും ഇല്ലാതാക്കാമെന്ന് വിചാരിക്കേണ്ട. തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചാൽ ഇവരുടെ ഇരകളാക്കാൻ ഞങ്ങൾ അവരെ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും. ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും, അവരെ സംരക്ഷിക്കും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. അല്ല, അവർ ഒരുമിച്ചല്ല. സുരേന്ദ്രൻ എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ലല്ലോ. നല്ലത് പറഞ്ഞാലല്ലേ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. സുരേന്ദ്രൻ്റെ പ്രശ്നം എന്താ? അവർക്കൊരു റെലവൻസ് ഇല്ല കേരളത്തിൽ. LDF UDFും തമ്മിൽ രാഷ്ട്രീയമായി ഏറ്റുമുട്ടുന്നു. ഈ നവകേരള സദസ്സിനെതിരായിട്ട് ഒരു പരിപാടി BJP നടത്തിയ, BJPയുടെ പിന്തുണയോടുകൂടിയാണ് ഈ നവകേരള സദസ്സ് നടക്കുന്നത്. അവരെല്ലാ കേസ് സെറ്റിൽ ചെയ്ത് ധാരണയിലാക്കി. SNC ലാവലിംഗ് കേസ് 38ാമത്തെ പ്രാവശ്യം മാറ്റി വെച്ചേക്കാണ്. ഒരു കേസും ആരും അന്വേഷിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ കേരളത്തിൽ ഒരു കേസും ആരും അന്വേഷിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു കേസിൽ അവർ തമ്മിൽ ധാരണയാണ്. സുരേന്ദ്രൻ്റെ കേസ്, സുരേന്ദ്രൻ കള്ളപ്പണ കേസിൽ, കുഴൽപ്പണ കേസിൽ അകത്തുകൊണ്ട ആളാണ്. സുരേന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സഹായിച്ചത്. അപ്പോൾ ഇനി ഞാനും മുഖ്യമന്ത്രി തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ കൂടെയല്ലേ സുരേന്ദ്രൻ നിൽക്കാൻ പറ്റുള്ളൂ. എൻ്റെ കൂടെ നിൽക്കുകയും വേണ്ട. എനിക്ക് അത്തരം പിന്തുണ വേണ്ട. വർഗീയവാദികളുടെ, ഫാസിസ്റ്റുകളുടെ ഒരു പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ആർക്കും വേണ്ട. അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തെ സഹായിച്ച ആളല്ലേ. ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ആളാണ്. ഇപ്പോഴും ജയിലിൽ കിടക്കേണ്ട ആളാണ്. കുഴൽപ്പണ കേസിൽ മുഖ്യമന്ത്രി സഹായിച്ചു കൊടുത്തല്ലേ. അല്ലല്ല, അത് അദ്ദേഹം തിരുത്തിയല്ലോ. മുഖ്യമന്ത്രി അല്ല, KPCC പ്രസിഡന്റ് അല്ലല്ല, KPCC പ്രസിഡന്റ് അത് എന്താ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അത് തിരുത്തി പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു നല്ല ആളുകളെ എല്ലാവരും വെക്കണം. ഏത് പാർട്ടിയിലാണെങ്കിലും കാര്യമില്ല. ഇപ്പം വെച്ചിരിക്കുന്നത് അത് പറഞ്ഞപ്പോൾ അങ്ങനെ ആയതാണ്. അദ്ദേഹം ക്ലാരിറ്റി കൊടുത്തല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം തിരുത്തി പറഞ്ഞത്. ഏത് പാർട്ടിയാണെന്നല്ല നോക്കേണ്ടത്, ഓരോ സ്ഥാനത്തിലും അർഹരായ ആളുകളെ വെക്കണം. അല്ലെങ്കിൽ പാർട്ടിക്കാർ കൊടുക്കുന്ന ലിസ്റ്റ് അല്ല വെക്കേണ്ടത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ആദ്യം പറഞ്ഞപ്പോൾ അത് ക്ലിയർ ആയില്ല. തീർച്ചയായിട്ടും താങ്കൾ എന്നോട് പറഞ്ഞതുപോലെ ഒരു അവ്യക്തത വന്നു. അപ്പോൾ KPCC പ്രസിഡന്റ് വ്യക്തത വരുത്തിയത് തിരുത്തി പറഞ്ഞു. അല്ല, അത് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒന്ന് ഓരോരുത്തരുടെ സംസാര രീതിയല്ലേ. അദ്ദേഹം അത് മനസ്സിലായപ്പോൾ അവ്യക്തത വന്നു, തെറ്റായി അതിനെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തി. അപ്പം എനിക്കും തെറ്റുപറ്റാൻ പാടില്ല, നമുക്കൊക്കെ തെറ്റുപറ്റാൻ പാടില്ല. തെറ്റുപറ്റി നമ്മൾ തിരുത്തും. അല്ലല്ല, അതൊന്നും അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ലല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. ഓരോ സ്ഥാനത്തേക്കും അർഹതയുള്ള ആളുകളെയല്ലേ നമുക്ക് കൊണ്ടുവരേണ്ടത്. അത് വരട്ടെ. അത് വരുമ്പോൾ നമുക്ക് നോക്കാം. ഞങ്ങളുടെ ആരുമില്ല. ഞങ്ങൾ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒറ്റ അംഗം പോലും ഇല്ല. ഞങ്ങൾ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന, കോൺഗ്രസ് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒറ്റ അംഗം പോലും ഒരാളുമില്ല. ഞങ്ങൾ പറയേയില്ല. ഞങ്ങൾ ഈ ഗവർണറോട് പോയി സെനറ്റിലെ ആളെ വെക്കണം, ഞങ്ങൾ ഈ നക്കാപ്പിച്ച മേടിക്കാൻ ഞങ്ങൾ പോകത്തില്ല. അല്ലല്ല, അവരെല്ലാം ഉണ്ട്. അവരെ യൂത്ത് ലീഗിൻ്റെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും UDFിൻ്റെ വിചാരണ സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ലീഗ് നേതാക്കന്മാരും മുഴുവൻ UDF നേതാക്കന്മാരും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലാണ് എല്ലാ ദിവസവും. ഇപ്പം ഇന്ന് കോഴിക്കോട് 2 പരിപാടിയുണ്ട്, ബാലുശ്ശേരിയിലും പേരാമ്പ്രയിലും. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും വിചാരണ സദസ്സ് എന്താ, നവകേരള സദസ്സ് എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പബ്ലിക് ട്രയൽ ഞങ്ങൾ നടത്തുകയാണ് ഈ സർക്കാരിനെതിരായിട്ട്. പബ്ലിക് ട്രയൽ ജനങ്ങളുടെ കോടതിയിൽ ഞങ്ങൾ വിചാരണ ചെയ്യുകയാണ്. അതൊരു സമരപരിപാടി തന്നെയാണ്. അതാണ് UDF ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പരിപാടി. അതാണ് ആ UDF ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പരിപാടിയുടെ ഭാഗമായി എല്ലാ UDF ഘടകകക്ഷികളും ആ പരിപാടി അതാണ് ഞങ്ങളുടെ പ്രോഗ്രാം, ഒഫീഷ്യൽ പ്രോഗ്രാം. യൂത്ത് കോൺഗ്രസ് അവരെ തല്ലിയതുകൊണ്ടല്ലേ, KSUക്കാർ അവരെ തല്ലിയതുകൊണ്ടല്ലേ ഈ സമരം. അതൊന്നും അറിയത്തില്ല. അത് എല്ലാ പാർട്ടിയിലും ഇപ്പം എത്ര CPMകാർ കോൺഗ്രസ് ചേരുന്നു, എത്ര CPMകാർ CPI പോയി ചേരുന്നു. നിങ്ങൾ ആ പത്തനംതിട്ടയിൽ പോയി ചേട്ടനൊന്ന് അന്വേഷിക്കുക.
അവിടെ കൂട്ടയടിയാണ്. CPI നേതാക്കന്മാർ വിളിച്ചു വന്ന് പിണറായി വിജയനെ വരെ, മുഖ്യമന്ത്രിയെ വരെ വെല്ലുവിളിക്കുകയാണ്. കംപ്ലീറ്റ് ആളുടെ വെല്ലുവിളിക്കുക. മുഴുവൻ CPM നേതാക്കൾ പാർട്ടി വിട്ടിട്ട് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. CPM വിട്ടിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ CPIയിലേക്കാണ് ചേർന്നത്. കോൺഗ്രസിലേക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ വരുന്നുണ്ട് CPMകാർ ഇഷ്ടം പോലെ. ആരൊക്കെ അതിനേക്കാൾ വലിയ നേതാക്കന്മാർ CPM വിട്ടുപോയെന്നേ, അതുകൂടി അന്വേഷിക്കുക. പാർട്ടി വിട്ട് കേരളത്തിൽ വേറെ പാർട്ടിയിലേക്ക് പോകണ ലോക്കൽ ഏരിയയിലേക്ക്, അതൊക്കെ വലിയ വാർത്തയാണ്.